ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും 30 രൂപ ചിലവിൽ നിർമ്മിച്ചെടുത്ത ഒരു നെയ്സറി ബാഗാണ് ഇട്ടത്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചസാര ചാക്ക് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ നെയ്സറി ബാഗ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചാക്ക് ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് കുറച്ച് 1 മീറ്ററോളം ഉണ്ട് ഈ ചാക്ക്. അപ്പോൾ അത് മതി ഈ ബാഗിന്. അതിനായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറുകളാണ് ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഒരു സ്കെച്ച് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരുന്നത് ഇതിൻ്റെ പോക്കറ്റിൻ്റെ ചെയിൻ കട്ടാണ്. അത് നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റ് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ വരുന്ന ഹാൻഡിലിൻ്റെ ഭാഗമാണ്. അതും ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ വരച്ചത് കറക്റ്റ് അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 2 സൈഡിലേക്ക് വരുന്ന കട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചെയിൻ കട്ട് അടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് പോക്കറ്റിൻ്റെ ഉണ്ട് ചെയിൻ കട്ട് വരുന്നത്. ഇതാണ് നമ്മളെ സിബ് ഭാഗമാണ് ആദ്യം നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സിബ് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട് പോക്കറ്റ് ഒരു സ്പൈഡർമാൻ വരുന്നത്. ഇതിൽ പകുതി പൈസയും വരുന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർമാൻ്റെ ചിത്രത്തിനാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പിക്ചർ ഉള്ളതാണ് അധികം ഇഷ്ടം. അതുകൊണ്ട് നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തതാണ് കേട്ടോ ഇതിൽ. അതേപോലെ നിങ്ങളിപ്പോൾ വയനാട് ജില്ലയിലാണെങ്കിൽ മേപ്പാടിയും കൽപ്പറ്റയും കമ്പളക്കാടും നമ്മൾ ബാഗ് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വില കുറവിൽ നല്ല വാറണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇപ്രാവശ്യത്തെ ബാഗ് V3യിൽ നിന്ന് വാങ്ങി നോക്കട്ടോ. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്സ് ഇതേപോലെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ട് പാർട്സിൻ്റെ ഫുൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ആ വെച്ചിട്ടുള്ള ചെയിൻപെട്ടി ഇതേപോലെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ വർക്കാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാൻഡിൽ 2 സൈഡും നമ്മൾ നന്നായിട്ട് തന്നെ കെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ഇതിങ്ങനെ പിന്നി വരുമോ എന്നുള്ളത്. ഇത് പിന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം പൈപ്പിംഗ് അടിക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നി വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് പോക്കറ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ കൂടെ ഒരു പൈപ്പിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ഈ ചാക്കായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിന്നി വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ അത് പൈപ്പിംഗ് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് മറച്ചതാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചിട്ട് ഇതിന് ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഇതിന് പൈപ്പിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് പിന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അതിനൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. ആദ്യമായിട്ടൊക്കെ ബാഗ് ചെയ്യുന്നവരൊക്കെ ഇതേപോലെ റെക്സിനൊന്നും വാങ്ങാതെ നമ്മൾ ഇതേപോലെ ചാക്കിലൊക്കെയാണ് ചെയ്ത് നോക്കേണ്ടത്. അതേപോലെ പഴയ ജീൻസിൻ്റെ പാൻറ്റിലൊക്കെയാണ് ചെയ്ത് നോക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ റെക്സിനൊക്കെ വാങ്ങിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് ഫുള്ള് പൈപ്പിംഗ് അടിച്ച് ഇതിൻ്റെ ഏകദേശം വർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് മറിക്കുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചാക്കാണെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അത് കാണോ, ഇതിൻ്റെ ഫുൾ ഭാഗം നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ മറിക്കണം. ഇത് ബാഗിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ കറക്റ്റ് മറിച്ച് എടുക്കണം കേട്ടോ. ഇതാണില്ല ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.